ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രമ്യേ, സ്മാർട്ട്നെസ് നല്ലതാ, പക്ഷേ ഓവർ സ്മാർട്ട്നെസ്സേ അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായി കാണുമല്ലോ. രമ്യ ഒരു കാര്യം ചെയ്. അവള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പത്മാവതി മാഡം എന്നൊന്ന് വിളിച്ചു നോക്ക. അപ്പൊ അവള് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയ രമ്യ ഉറപ്പിച്ചോ, അത് ഋതികയുടെ അമ്മ പത്മാവതി തന്നെയാ. അതിന് യാതൊരു സംശയവും. ശരി മാഡം. എടാ, ഒന്ന് വേഗം പോടാ. എന്താ വേണോട്ടാ? മാഡം, വലിയൊരു കുഴപ്പം പറ്റി. എന്ത്? ആ തലതെറിച്ച പെണ്ണിലെ രമ്യ, ആ, അവള് മാഡത്തിന്റെ ഫോട്ടോ എടുത്ത് അംബിക മാഡത്തിന് അയച്ചു കൊടുത്തു. അതിനെ കുട്ടി സെൽഫി എടുക്കാൻ വന്നപ്പോ വേണോട്ട സമ്മതിച്ചില്ലല്ലോ. അവൾ അതിനു മുമ്പേ മാഡത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. അവിടെ കിച്ചണിൽ നിന്നപ്പോ ഞാൻ തടയാൻ ശ്രമിച്ച, പക്ഷെ നടന്നില്ല. അംബിക മാഡം ഏത് നിമിഷം ഇവിടെ എത്തും. അയ്യോ, ഇനിയിപ്പോ എന്തെയും വേണോട്ടാ? മാഡം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ആരോടും യാത്ര പറയാൻ നിൽക്കണ്ട. ആ, ശരി വേണോട്ടാ. പത്മാവതി മാഡം, രമ്യ ഒരു കാര്യം ചെയ്. അവള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പത്മാവതി മാഡം എന്നൊന്ന് വിളിച്ചു നോക്ക. അപ്പൊ അവള് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയ രമ്യ ഉറപ്പിച്ചോ, അത് ഋതികയുടെ അമ്മ പത്മാവതി തന്നെയാ. അതിന് യാതൊരു സംശയവും. ഓ, അപ്പൊ പത്മാവതി മാഡം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ പേര് കേൾക്കുമ്പോ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിക്കില്ലല്ലോ. ഇത് മോളുടേതാണോ? അയ്യോ, ഇത് എന്റെ കൊലുസാണല്ലോ. താങ്ക് യു ആന്റി. ഇനി സൂക്ഷിക്കണം. എന്റെ പേര് മീര. മോളിപ്പോ ആരെയോ പത്മാവതി എന്ന് വിളിച്ചല്ലോ. അത് ഞാൻ അറിയാതെ പേര് മാറിപ്പോയതാ. സോറി ആന്റി. എന്റെ പേര് മീര. ഇനി മാറിപ്പോണ്ട. അതുപോലെ നടക്കുമ്പോ ശ്രദ്ധിക്കണം. അല്ലെങ്കിലേ പലതും നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നതൊക്കെ എപ്പോഴും ഇതുപോലെ തിരിച്ചു കിട്ടണമെന്നില്ല. ഇനി ശ്രദ്ധിക്കാം ആന്റി. അല്ല, ഞാൻ പെട്ടെന്ന് വന്നപ്പോ. രമ്യെന്ന് തന്നെയല്ലേ മോളുടെ പേര്? അതെ. രമ്യേ, സ്മാർട്ട്നെസ് നല്ലതാ, പക്ഷേ ഓവർ സ്മാർട്ട്നെസ്സേ അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായി കാണുമല്ലോ.
വണ്ടി എടുക്ക. മാഡം രമ്യ, അവര് പോയി. ദീപകെ, നീ പോയെന്ന് അന്വേഷിക്കേ. ശരി അമ്മേ. അല്ല ഇവിടെ എന്താ നടക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മിയ മാഡം? ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ദീപക് സാറിനെ മാഡം പറഞ്ഞു പറഞ്ഞത്? അത് ഞാൻ പോയിട്ട് വന്ന് കഴിയുമ്പോ രാജുവിന്റെ അച്ഛനും മനസ്സിലായിക്കോളും. അല്ല, എന്താ കാര്യമൊന്ന് പറഞ്ഞിട്ട് പോ സാറ്. ദീപകെ, നീ സമയം കളയാതെ പോയേ. ശരി അമ്മേ. ദൈവമേ, ഈ ചെക്കനെങ്ങാനും മാഡത്തെ പിന്തുടർന്ന് കണ്ടുപിടിക്കൂ. രാജുവിന്റെ അച്ഛൻ വല്ലാതെ വിയർക്കുന്നല്ലോ. എന്തു പറ്റി? അത് ഈ ചൂടിന്റെ. അല്ലാതെ ടെൻഷനൊന്നും അല്ലല്ലോ. എന്തിന് ടെൻഷൻ? അല്ല, മുഖവും ഭാവവും ഒക്കെ കണ്ടിട്ടേ ആരെയോ എവിടെ നിന്നോ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അംബിക മാഡം എന്തായി പറയണേ? മുൻകൂട്ടി അറിയിക്കാതെ ഞാനിവിടെ വന്നതുകൊണ്ടാണോ എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തെ? അയ്യോ, ഞാനങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോ എനിക്കകത്തേക്ക് വരാലോ. അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം അകത്തേക്കല്ലേ? രമ്യ വാ. അംബിക മാഡം, ദീപകെ പത്മാവതി മാഡത്തിനെ പിടിച്ചോണ്ട് വരുമോ? പിന്നെ അവൻ അവളെ തേടി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരും. എല്ലാവരുടെയും മുന്നിലിട്ട് എനിക്ക് പത്മാവതിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ നീ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തോണം. എന്നിട്ടേ പ്രതാപനെ കാണിക്കാനാ. എന്നിട്ട് പ്രതാപൻ പണ്ട് ഉപേക്ഷിച്ച് മറന്നു കളഞ്ഞ ആ പത്മാവതി എന്ന അവന്റെ ഭൂതകാലത്തെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണെന്നും പത്മാവതിയുടെ ഉദ്ദേശം എന്താണെന്നും പ്രതാപനെ അറിയിക്കുന്നതോടെ രാജുവും രതികയും രാജുവിന്റെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരെയും എന്റെ അനിയൻ വെറുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാക്ക് ക്ലിയർ ആവും അല്ലേ അംബിക മാഡം? അതേ രമേ, നമ്മുടെ ട്രാക്ക് ക്ലിയർ ആവും. അതിന് ദൈവമായിട്ടാ പത്മാവതി ഇവിടെ എത്തിച്ചത്. നീ വാ. അംബിക മേഡോ? മാഡം ഇപ്പൊ ഒന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയി പ്രിയേ. എന്താ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നേ? എന്തെങ്കിലും രഹസ്യമാണോ? ഏയ്, ഒന്നുമില്ല.